Hello viewers, Namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വിൻ്ററിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കളയാതെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽസോ ബിഗിനേഴ്സോ അതുപോലെ നമുക്ക് ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, ഓപ്ഷനോ സ്റ്റോക്കോ ഫ്യൂച്ചറോ കമ്മോഡിറ്റി മാർക്കറ്റ് ഫോറക്സ് ക്രിപ്റ്റോ അതുപോലെ ഇൻട്രാഡേയോ സിങ്ങോ സ്കാൽപ്പിംഗ് ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് കളയാതിരിക്കുക. അതായത് നമുക്ക് ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നോക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ള ട്രേഡിംഗ് പ്ലാനും അതുപോലെ ഇത് ടൂളുമാണ്. അതായത് ടെക്നിക്കൽ അനലൈസിസ് സോഫ്റ്റ്വെയർ ടൂളാണ്. അങ്ങനെ ഒരു ടൂളാണ്. ആ ടൂളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡ. വിൻട്രേഡ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി, അതായത് എക്സാക്ട് എൻട്രി പോയിന്റും കാണിച്ചു തരും, അതുപോലെ അതിൻ്റെ എക്സിറ്റ് ലെവലും കാണിച്ചു തരും, സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ കാണിച്ചു തരും. നമ്മളൊന്നും ചെയ്യേണ്ട, സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ കാണിച്ചു തന്നോളൂ. നമ്മളവിടെ ട്രേഡ് കൺഫേം ആണെന്ന് നോക്കുക. അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. കൺഫേം ആണെന്ന് നോക്കുക. അതുപോലെ ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇതിൽ കൂടെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനോ കാണാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് സിഗ്നൽസ് തരും. അത് കൺഫേം ആണെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ ഫേക്ക് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഞാൻ ഈ എക്സാമ്പിൾ തരുന്നതും ഇതിനകത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെയാണ് കേട്ടോ. സ്റ്റോക്കിൽ ഞാൻ കാണിക്കുന്നത് ഐഷർ മോട്ടോഴ്സ് ആണ്. ഏറ്റവും മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ ഗ്രീൻ കളറിൽ വരുന്നത് ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ. അതായത് ഈ സിഗ്നൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് വരും. ഏറ്റവും മേഖല അതിൻ്റെ എൻട്രി പോയിന്റ് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൺഫർമേഷൻ പാർട്ട് കാണിച്ചു തരാം. നമുക്ക് ബൈ സിഗ്നൽ വന്ന് 5513 നമുക്ക് സോഫ്റ്റ്വെയർ ബൈ തന്നു. ഇപ്പോൾ ബൈ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ബൈ എടുക്കല്ലേ. അവിടെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ ഇൻഡിക്കേറ്റർ തന്നിരിക്കുന്നത്. ബൈ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. പ്രൈസ് എന്ന് പറയുന്ന ബൈ സോണിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ രണ്ട് കൺഫർമേഷൻ ഉണ്ട്. ആ ട്രേഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഇപ്പം ഇതിനർത്ഥം ഈ വന്ന ബൈ നമുക്ക് കൺഫേം അല്ല. ദാറ്റ് മീൻസ് അതൊരു ഫേക്ക് എൻട്രിയാണ്. നമുക്ക് അവിടെ ട്രേഡ് എടുക്കേണ്ട. ഇതൊരു കൺഫേം എൻട്രി ആണെങ്കിൽ താഴത്തെ സോഫ്റ്റ്വെയർ എൻട്രി പോയിന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റും താഴത്ത് തന്നിട്ട് ആ ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ വരും. അപ്പോൾ ഈ ലാസ്റ്റ് വന്ന ട്രേഡ് നമുക്ക് എടുക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബൈ ആണെങ്കിൽ ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസും ബൈ സോൺ ആയിരിക്കണം. അപ്പോൾ സെല്ലാണെങ്കിലോ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, ഇതുപോലെ റെഡ് ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെൽ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ 80-90% ഇത് കൺഫേം നമുക്ക് പ്രോഫിറ്റ് നേടി തന്നിരിക്കും. നിങ്ങൾ മന്ത്ലി നോക്കുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടിയിരിക്കും. നമ്മളിത് 16 വർഷമായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് ചേർത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാനോ പഠിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ ട്രേഡിംഗ് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഡെമോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.